ഹേയ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഗ്രിൽഡ് ഹരിയാലി ചിക്കൻ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മസാല മിക്സ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇവിടെ മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില ഞാനൊരു നല്ല ഒരു ഫുൾ കൈപ്പിടിയുടെ അളവിന് എടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ അതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് വലിയൊരു ലെഗ് പീസിൻ്റെ മാരിനേഷൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ പറയുന്നത്. അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക, ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക, ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകം കൂടെ ചേർക്കാൻ മറക്കണ്ട. അപ്പോൾ അത് ഇത്രയും ഒന്ന് ചേർത്തതിന് ശേഷം നല്ല പേസ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ എന്താ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ട് തരണം. അപ്പം നമ്മളിവിടെ മറ്റ് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 10ഓളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതുപോലുള്ള വലിയൊരു 2 ലെഗ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. മാക്സിമം ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് അതിലെ മാക്സിമം വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ച മസാലയിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ അരച്ച മസാല മിക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കടലമാവ് ചിക്കനിൽ നല്ലപോലെ ഈ മസാല കോട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഒരല്പം എണ്ണയും കൂടെ ചേർത്ത്, എണ്ണ ഞാനിവിടെ സാധാരണ കുക്കിംഗ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ വരും. അത്രയും ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മാരിനേഷൻ്റെ മസാല നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മുതൽ 2 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റോ വേണമെന്നുണ്ടെങ്കിൽ ഈ മാരിനേഷൻ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇത് ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രീസറിൽ വെക്കുന്ന ഗുണമെന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ചിക്കനിൽ നല്ലപോലെ വിടവ് ഒക്കെ കൊടുത്തിട്ട് നല്ലപോലെ കട്ട് ചെയ്തിട്ട് മസാല അകത്ത് ഫില്ല് ചെയ്തിട്ട് 1-2 മണിക്കൂർ ഫ്രീസറിൽ വെക്കുമ്പോൾ മസാല നല്ലപോലെ അതിലേക്കൊന്ന് പിടിച്ചിരിക്കാൻ സഹായിക്കും. അപ്പം ഗ്രിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ചിക്കൻ പീസാണ് നമുക്ക് കിട്ടുക. അപ്പം ഞാനിവിടെ മാരിനേഷൻ ഇതുപോലെ ചിക്കനിൽ നല്ലപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മൊത്തം ഇതുപോലെ മസാല ഫില്ല് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു റാക്ക് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്കതൊന്ന് ഗ്രിൽ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ 380 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 30-35 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡിലും നമുക്ക് ഒരല്പം എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒരു 10 മുതൽ 30 സെക്കൻഡ് വരെ നല്ല ഹൈയിൽ ബ്രോയിൽ മോഡിലും കൂടെ ഇട്ടിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഹരിയാലി ഗ്രിൽഡ് വൺ ഇവിടെ റെഡി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം ഫുഡ് ഡെയിലി.